ഇന്ന് നമ്മൾ ഒരു ഇലക്ഷൻ ദിവസത്തിന്റെ ഉള്ളറകളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. പുറമേ കാണുമ്പോൾ ഭയങ്കര ശാന്തമായിരിക്കും അല്ലേ? ഒരു ക്യൂ, ആളുകൾ വരുന്നു പോകുന്നു. പക്ഷെ ആ പോളിംഗ് സ്റ്റേഷന്റെ അകത്തെന്താണ് നടക്കുന്നത്? അതൊരു വലിയ ലോകം തന്നെയാണ്. ഒരുപാട് ഉദ്യോഗസ്ഥര്, ഒരുപാട് നിയമങ്ങൾ എല്ലാം കൂടി ചേർന്നൊരു വലിയ മെഷീൻ പോലെയാണത് പ്രവർത്തിക്കുന്നത്. എന്തിനാണെന്നോ? നിങ്ങളുടെ ഓരോ വോട്ടും, അതെ, ഓരോ വോട്ടും കൃത്യമായി രേഖപ്പെടുത്തുന്നു എന്ന് 100% ഉറപ്പാക്കാൻ. അപ്പോ ഈ വലിയ മെഷീൻ, ഈ സങ്കീർണമായ പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം തലപ്പത്തൊരാളുണ്ട്, എല്ലാം നിയന്ത്രിക്കുന്ന ഒരാള്. ആരാണത്? അതാണ് പ്രിസൈഡിംഗ് ഓഫീസർ. സത്യം പറഞ്ഞാല് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്നതിനേക്കാൾ ആ ഒരൊറ്റ ദിവസത്തേക്ക് നമ്മുടെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരൻ എന്ന് തന്നെ പറയാം. ഒന്നാമത്തെ ഭാഗം, വോട്ടിന്റെ കാവൽക്കാർ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പ്രിസൈഡിംഗ് ഓഫീസറെ കുറിച്ചാണല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നെടും തൂൺ എന്ന് തന്നെ പറയാം അവരെ. ആ പോളിംഗ് സ്റ്റേഷനിലെ എന്ത് നടന്നാലും, ചെറുതായാലും വലുതായാലും, അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഇവർക്കാണ്. രണ്ടാമത്തെ ഭാഗം, തിരഞ്ഞെടുപ്പിന്റെ തലേദിവസം. നമ്മൾ വിചാരിക്കും എലക്ഷൻ ദിവസം രാവിലെയാണ് എല്ലാം തുടങ്ങുന്നതെന്നല്ലേ? പക്ഷെ ശരിക്കും പറഞ്ഞാൽ കഥ തുടങ്ങുന്നത് തലേന്ന് രാത്രിയാണ്. നമ്മളൊക്കെ വോട്ട് ചെയ്യാൻ വരുന്നതിനും ഒരുപാട് മുൻപ് നടക്കുന്ന ആ നിർണായകമായ തയ്യാറെടുപ്പുകൾ. അവിടെ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഇലക്ഷന്റെ തലേന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ശ്വാസം വിടാൻ സമയം കിട്ടില്ല. അവരുടെ കയ്യിലൊരു വലിയ ചെക്ക് ലിസ്റ്റ് തന്നെയുണ്ടാകും. എന്തൊക്കെയാണെന്നോ? 1. കൂടെയുള്ള ടീമിനെ വിളിച്ചുകൂട്ടി ഓരോരുത്തർക്കും ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കണം. 2. വോട്ട് ചെയ്യാൻ വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാം കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്തി കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വോട്ടിംഗ് മെഷീൻ EVM അത് പെർഫെക്റ്റ് ആണോ, ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ചെക്ക് ചെയ്യണം. അവസാനം പോളിംഗ് ബൂത്ത് വോട്ടെടുപ്പിനായി റെഡിയാക്കി സുരക്ഷിതമാക്കണം. ഈ 4 സ്റ്റെപ്പിൽ ഒരെണ്ണം പാളിയാ മതി, പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ മുഴുവൻ താളം തെറ്റും. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഒരു ഇലക്ഷൻ നടത്താൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന്. വെറുതെ ഒരു മെഷീൻ മാത്രം പോരാ. അടയാളപ്പെടുത്തിയ വോട്ടർ പട്ടിക, വോട്ട് ചെയ്തവരുടെ പേരെഴുതുന്ന രജിസ്റ്റർ, നമ്മുടെ വിരലിൽ പുരട്ടുന്ന ആ മായാത്ത മഷി, മെഷീൻ സീൽ ചെയ്യാനുള്ള പച്ച പേപ്പർ സീലുകൾ, സ്പെഷ്യൽ ടാഗുകൾ, പലതരം റബ്ബർ സ്റ്റാമ്പുകൾ. ലിസ്റ്റ് നീണ്ടുപോകും. ഇതൊരു നിധിവേട്ടയ്ക്ക് പോകുന്ന പോലെയാണ് ശരിക്കും. ഓരോ ചെറിയ സാധനത്തിനും അതിൻ്റേതായൊരു റോളുണ്ട്. ഒരെണ്ണം പോലും മിസ്സാവാൻ പാടില്ല. അത്രയ്ക്ക് കൃത്യമായിരിക്കണം. മൂന്നാമത്തെ ഭാഗം, സീറോ വോട്ട് ടെസ്റ്റ്. വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ ഒരു സംഭവം നടക്കും. എല്ലാവരുടെയും വിശ്വാസം ഉറപ്പിക്കാനുള്ള ഒരു ചടങ്ങ്. അതാണ് മോക്ക് പോൾ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു പരീക്ഷണ വോട്ടെടുപ്പ്. അപ്പോ എന്തിനാണീ മോക്ക് പോൾ? എന്തിനാണീ പരീക്ഷണം? കാരണം വളരെ സിമ്പിളാണ്. വോട്ടെടുപ്പ് തുടങ്ങുമ്പോൾ മെഷീനിൽ ഒറ്റ വോട്ട് പോലുമില്ല, കൗണ്ട് 0 ആണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. വെറുതെ ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞാൽ പോരാ, അവിടെ ഇരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാർക്കും അത് കണ്ടു ബോധ്യപ്പെടണം. സുതാര്യതയുടെ ആദ്യത്തെ പടിയെന്ന് പറയുന്നത് ഇതാണ്. അപ്പോ ഈ മോക്ക് പോൾ എങ്ങനെയാ നടക്കുന്നേന്നല്ലേ? ഇത് അടച്ചിട്ട മുറിയിലുള്ളൊരു രഹസ്യ പരിപാടിയല്ല. അവിടെയുള്ള എല്ലാ പ്രധാന പാർട്ടികളുടെയും ഏജന്റുമാരുടെ മുന്നിൽ വെച്ചാണിത് ചെയ്യുന്നത്. അവർക്ക് വേണമെങ്കിൽ സ്വന്തമായി മെഷീനിൽ വോട്ട് ചെയ്ത് നോക്കാം. മെഷീൻ കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, ഞാൻ ചെയ്ത വോട്ട് തന്നെയാണോ വീണത് എന്നൊക്കെ അവർക്ക് നേരിട്ട് കണ്ട് ഉറപ്പിക്കാം. കുറച്ച് വോട്ടുകളൊക്കെ ചെയ്തു കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ്, റിസൾട്ട് ബട്ടൺ അമർത്തി ഫലം നോക്കും. അപ്പോ ഓരോ സ്ഥാനാർത്ഥിക്കും എത്ര വോട്ട് കിട്ടിയെന്ന് മെഷീൻ കാണിക്കും. ഈ കണക്കും അവിടെയുള്ള ഏജന്റുമാർ ചെയ്ത വോട്ടിന്റെ കണക്കും തമ്മിൽ ഒത്തുനോക്കും. രണ്ടും ടാലിയാകണം. ഒന്നിന്റെ പോലും വ്യത്യാസമുണ്ടാകാൻ പാടില്ല. ആ നിമിഷമാണ് മെഷീൻ സത്യസന്ധമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നത്. അങ്ങനെ പരിശോധനയെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ഓക്കെ ആയി എന്ന് ഉറപ്പായാൽ പിന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിസൈഡിംഗ് ഓഫീസർ എല്ലാവരുടെ മുന്നിൽ വെച്ച് മെഷീന്റെ ക്ലിയർ ബട്ടൺ അമർത്തും. ഒറ്റ അമർത്തൽ. അതോടെ ആ പരീക്ഷണ വോട്ടുകളെല്ലാം മാഞ്ഞുപോകും. മെഷീനിലെ കൗണ്ട് വീണ്ടും 0 ആകും. യഥാർത്ഥ വോട്ടെടുപ്പിനായി ഒരു പുത്തൻ തുടക്കം, ഒരു ക്ലീൻ സ്ലേറ്റ്. അങ്ങനെ മെഷീൻ ക്ലിയർ ചെയ്ത് 0 ആക്കിയ ഉടനെ അടുത്ത പടി, വോട്ടിംഗ് മെഷീന്റെ കൺട്രോൾ യൂണിറ്റ് ഒരു പ്രത്യേക ഗ്രീൻ പേപ്പർ സീൽ വെച്ച് പൂട്ടും. അതൊരു സാധാരണ പൂട്ടല്ല. ഇനി ആർക്കും അത് തുറക്കാൻ പറ്റില്ല. വോട്ടെണ്ണുന്ന ദിവസം മാത്രമേ അത് പൊട്ടിക്കുകയുള്ളൂ. പോരാത്തതിന് ആ സീലിന് മുകളിൽ പ്രിസൈഡിംഗ് ഓഫീസറും അവിടെയുള്ള ഏജന്റുമാരും ഒപ്പുവെക്കും. അതോടെ മെഷീന്റെ സുരക്ഷ എല്ലാവരും കൂടി ഉറപ്പിച്ചു. ഓക്കെ, ടെസ്റ്റ് കഴിഞ്ഞു. ഇനി ശരിക്കുള്ള കളി തുടങ്ങാനുള്ള സമയമായി. നാലാമത്തെ ഘട്ടം, പോളിംഗ്. യെസ്, മെഷീൻ റെഡി, ഉദ്യോഗസ്ഥർ റെഡി, ഏജന്റുമാർ റെഡി. ഇനി പോളിംഗ് സ്റ്റേഷന്റെ വാതിലുകൾ നമുക്ക്,
അതായത് വോട്ടർമാർക്കായി തുറക്കുകയാണ്. അപ്പോ നിങ്ങളെ ബൂത്തിനകത്തേക്ക് കയറുമ്പോ അവിടെ ഒരു 3 ഉദ്യോഗസ്ഥരെ കാണാം. ഓരോരുത്തർക്കും ഓരോ ജോലിയാണ്. ഒന്നാമത്തെ ഓഫീസർ നിങ്ങളുടെ ID കാർഡ് വാങ്ങി വോട്ടർ പട്ടികയിൽ പേരുണ്ടോന്ന് നോക്കും, പേര് ടിക്ക് ചെയ്യും. അവിടെ ഓക്കെ ആയാൽ നിങ്ങളെ നേരെ രണ്ടാമത്തെ ഓഫീസറുടെ അടുത്തേക്ക് പോകും. അദ്ദേഹം നിങ്ങളുടെ വിരലിൽ മഷി പുരട്ടും, എന്നിട്ടൊരു രജിസ്റ്ററിൽ ഒപ്പിടിക്കും. ഇതെല്ലാം കഴിഞ്ഞാൽ മൂന്നാമത്തെ ഓഫീസർ കൺട്രോൾ യൂണിറ്റിലെ ഒരു ബട്ടൺ അമർത്തും, ബീപ്പ് എന്നൊരു ശബ്ദം കേൾക്കും. അതോടെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള മെഷീൻ ഓണായി. കണ്ടില്ലേ, വളരെ ചിട്ടയായ, ഒരു തടസ്സവുമില്ലാത്തൊരു ഒറുക്കുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ എല്ലാ കാര്യങ്ങളും എപ്പോഴും ഇങ്ങനെ സ്മൂത്തായി പോകണമെന്നില്ലല്ലോ. ചില പ്രത്യേക സാഹചര്യങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? അതിനെല്ലാം കൃത്യമായ റൂൾസുണ്ട്. ഉദാഹരണത്തിന്, വരുന്ന ആൾ യഥാർത്ഥ വോട്ടർ അല്ല, കള്ളവോട്ടാണെങ്കിൽ ഒരു ഏജന്റിന് സംശയം തോന്നിയാലോ? അയാളെ ചാലഞ്ച് ചെയ്യാം. അതിന് പ്രത്യേക ഫോമുണ്ട്, ഫീസുണ്ട്. ഇനി കാഴ്ചയില്ലാത്ത ഒരാൾക്ക് വോട്ട് ചെയ്യാൻ സഹായം വേണമെങ്കിലോ? തീർച്ചയായും ഒരു സഹായെ കൂടെ കൂട്ടാം. അതിനും നിയമങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, എന്ത് പ്രശ്നം വന്നാലും അതിനൊരു പരിഹാരം തെരഞ്ഞെടുപ്പ് നിയമത്തിലുണ്ട്. ലക്ഷ്യം ഒന്നു മാത്രം: എല്ലാവർക്കും നീതി ഉറപ്പാക്കുക. 5ാമത്തെ ഭാഗം, വോട്ടുകൾ പൂട്ടുന്നു. അങ്ങനെ പോളിംഗ് സമയം കഴിഞ്ഞു. ക്യൂവിലുള്ള അവസാനത്തെ ആളും വോട്ട് ചെയ്ത് മടങ്ങി. ഗേറ്റ് അടച്ചു. അപ്പോ ജോലി കഴിഞ്ഞുവെന്ന് കരുതിയോ? ഇല്ല. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഏറ്റവും ടെൻഷനുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ജോലി തുടങ്ങുന്നതേയുള്ളൂ. അതുവരെ രേഖപ്പെടുത്തിയ ഓരോ വോട്ടും ഇനി സുരക്ഷിതമായി പൂട്ടണം. പോളിംഗ് കഴിഞ്ഞ ഉടനെ പ്രിസൈഡിംഗ് ഓഫീസർ ചെയ്യുന്ന ആദ്യത്തെ കാര്യം ഇതാണ്: കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ അമർത്തുക. ക്ലിക്ക്. അതോടെ ആ മെഷീൻ ലോക്കായി. ഇനി ലോകത്ത് ആര് വിചാരിച്ചാലും ഒരൊറ്റ വോട്ട് പോലും അതിൽ ചേർക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ മെഷീനിലെ ടോട്ടൽ വോട്ട് എത്രയാണെന്ന് നോക്കി ഫോമിൽ എഴുതിവെക്കും. എന്നിട്ട് മെഷീന്റെ പവർ ഓഫ് ചെയ്യും. പിന്നെ ആ മുഴുവൻ യൂണിറ്റും അതിന്റെ പെട്ടിയിലിട്ട് സീൽ ചെയ്ത് ഭദ്രമാക്കും. ഓരോ സ്റ്റെപ്പും ഏജന്റ്മാരുടെ മുന്നിൽ വെച്ചാണ് ചെയ്യുന്നത്. 6ാമത്തെ ഭാഗം, അവസാനത്തെ സീലിംഗ്. മെഷീൻ പെട്ടിയിലാക്കി പൂട്ടിയാൽ ജോലി കഴിഞ്ഞുവെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. സത്യം പറഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഏറ്റവും തലവേദന പിടിച്ച ജോലി തുടങ്ങുന്നതേയുള്ളൂ. അതാണ് പേപ്പർ വർക്ക്. അതെ, ഒരുപാട് പേപ്പർ വർക്കുകൾ. അതായത് ആ വോട്ടിംഗ് മെഷീൻ വെറുമൊരു ഇലക്ട്രോണിക് ഉപകരണം മാത്രമല്ല, അതൊരു തെളിവാണ്. പക്ഷേ ആ തെളിവിന് ബലം കിട്ടണമെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന കൃത്യമായ രേഖകൾ വേണം. ആ ഇലക്ഷൻ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന ഓരോ ചെറിയ കാര്യത്തിനും ഒരു പേപ്പർ ട്രയൽ, അതായത് ഒരു രേഖാമൂലമുള്ള തെളിവുണ്ടാക്കണം. ഒന്നും വിട്ടുപോകാൻ പാടില്ല. അപ്പോ ഈ രേഖകളെല്ലാം പല പല പാക്കറ്റുകളായിട്ടാണ് തിരിക്കുന്നത്. അതിൽ 1ാമത്തെ പാക്കറ്റ്, അത് അതീവ രഹസ്യമാണ്. സ്റ്റാറ്റ്യൂട്ടറി കവർ എന്നാണതിന് പറയുക. അതിനകത്ത് എന്തൊക്കെയാണെന്നോ? നമ്മൾ ടിക്ക് ചെയ്ത ആ വോട്ടർ പട്ടിക, വോട്ടർമാർ ഒപ്പിട്ട രജിസ്റ്റർ, ആരെങ്കിലും കള്ളവോട്ടിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ചാലഞ്ച് ചെയ്ത വോട്ടറുകളുടെ ലിസ്റ്റ്, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായ രേഖകളെല്ലാം ഈ 1ാം നമ്പർ പാക്കറ്റിലാണ്. ഇനി 2ാമത്തെ പാക്കറ്റ്. ഇത് നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറാണ്. ഇതിൽ വരുന്നത് എലക്ഷൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകളാണ്. അതായത് പോളിംഗ് ഏജന്റുമാരെ നിയമിച്ചതിന്റെ കത്തുകൾ, സഹായിയെ വെച്ച് വോട്ട് ചെയ്തവരുടെ ലിസ്റ്റ്, പ്രായം തെളിയിക്കാൻ കൊടുത്ത സത്യവാങ്മൂലങ്ങൾ, നമ്മൾ കൊണ്ടുകൊടുക്കുന്ന വോട്ടർ സ്ലിപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. 3ാമത്തെ പാക്കറ്റ് ഒരു ടൂൾ ബോക്സ് തിരികെ ഏൽപ്പിക്കുന്നത് പോലെയാണ്. ആ ദിവസം ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വെച്ച് പൂട്ടും. ഉപയോഗിക്കാതെ ബാക്കി വന്ന സീലുകളും ടാഗുകളും, പ്രിസൈഡിംഗ് ഓഫീസറുടെ മെറ്റൽ സീൽ, ആ വോട്ട് ചെയ്യാൻ ഉപയോഗിച്ച റബ്ബർ സ്റ്റാമ്പ്, പിന്നെ നമ്മുടെ മായാത്ത മഷിയുടെ കുപ്പി വരെ എല്ലാം ഇതിനകത്ത് വെച്ച് സീൽ ചെയ്യും. എന്തിനാണെന്നോ? ഒന്നും പുറത്തുപോയി ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലാന്നുറപ്പാക്കാൻ. അവസാനമായി 4ാമത്തെയും 5ാമത്തെയും പാക്കറ്റുകൾ. ഇത് ഫൈനൽ അക്കൗണ്ട്സ് ആണ്. ഒരു പാക്കറ്റിൽ വോട്ടുകളുടെ കൃത്യമായ കണക്ക്, അതായത് ഫോം 24A. മറ്റൊന്നിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി. അതെ, ആ ദിവസം നടന്ന ഓരോ സംഭവവും, മോക്ക് പോൾ തുടങ്ങിയ സമയം, പോളിംഗ് തുടങ്ങിയ സമയം, എന്തെങ്കിലും പ്രശ്നമുണ്ടായോ, എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയൊരു ഡയറി. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ദിവസത്തിന്റെ സമ്പൂർണ്ണ ചരിത്രം ഈ 2 പാക്കറ്റുകളിലും ഉണ്ടാകും. അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ. 5 തരം പാക്കറ്റുകൾ, ഡസൻ കണക്കിന് ഫോമുകൾ, മണിക്കൂറുകൾ നീണ്ട പേപ്പർ വർക്ക്. ഇത്രയും സങ്കീർണമായ ഈ നടപടിക്രമങ്ങളെല്ലാം എന്തിനാണ്? ഒരൊറ്റ കാര്യത്തിനു വേണ്ടി മാത്രം. നിങ്ങൾ ആ ബൂത്തിൽ ചെന്ന് രേഖപ്പെടുത്തിയ ഒരൊറ്റ വോട്ട്, അതിന്റെ പവിത്രതയും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ. അടുത്ത തവണ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ ബട്ടൺ അമർത്തുന്ന നിമിഷം ഇതിന് പിന്നിലുള്ള ഈ അദൃശ്യമായ കഠിനാധ്വാനത്തെക്കുറിച്ച് ഓർക്കുമോ? നമ്മുടെ ജനാധിപത്യം എത്രമാത്രം ശക്തമായ അടിത്തറയിലാണ് നിൽക്കുന്നതെന്ന് ഒരു നിമിഷം ഓർക്കുമോ?